എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. എങ്ങനെയെങ്കിലും നയനെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നെന്ന് ദേവേനെ തീരുമാനിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, ആദർശിനെ കൊണ്ട് തന്നെ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടിരിക്കാം. അതും ഇനിയിപ്പം നോക്കിയിട്ട് രക്ഷയുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. അതൊക്കെ ഓർത്ത് ദേവേനെ ഇങ്ങനെ ആകെപ്പാടെ തല പെരിച്ചിരിക്കുവാണ്. അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നു. ജലജ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി അടുത്തി? ഭയങ്കര ആലോചനയിലാണല്ലോ. ഓ, അവള് പോയതിന്റെ സന്തോഷമായിരിക്കും അല്ലേന്ന് ചോദിക്കണം. ആര്? അല്ല, നയനെ പോയതിന്റെ ഇപ്പോഴായിരിക്കും ഏട്ടത്തേക്ക് സന്തോഷമായത്. ഞങ്ങൾക്കും അതുപോലെ തന്നെയാ. ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു, അവളുടെ കാര്യത്തെക്കുറിച്ചല്ല വേറൊന്നും ഇവിടെ പറയാനില്ലെന്ന് ചോദിക്കാം. എനിക്ക് അവളുടെ പേര് കേൾക്കുന്ന തന്നെ അലർജിയാന്ന് പറയാം. എനിക്കറിയാം ഏടത്തേക്ക് ഇപ്പോഴവർ സന്തോഷമായിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആദർശം മിക്കവാറും അവളെ പോയി വിളിച്ചോണ്ട് വരുമെന്ന് തോന്നേ. അങ്ങനെ എങ്കാലും ഉണ്ടെങ്കിൽ ഏട്ടത്തി അത് തടയണമെന്ന് പറയണം. ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു, അവൻ പോയി വിളിച്ചോണ്ട് വരണം, ഞാൻ എതിർപ്പൊന്നും പറയത്തില്ല. അല്ലെങ്കിൽ പിന്നെ അവൻ പിന്നെ അങ്ങോട്ടേക്ക് പോകത്തില്ലേ? വെറുതെ എന്തിനാ ജലജയെ? അവൻ അങ്ങോട്ടേക്ക് പോകാതിരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇതാ കനകയുടെ തന്ത്രമാണെന്ന് എനിക്ക് തോന്നേ. അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദർശിനെ അങ്ങോട്ടേക്ക് വരുത്താൻ പറ്റില്ലോ. മിക്കവാറും അതിനു വേണ്ടിയുള്ളതായിരിക്കും എന്ന് പറയാം. ജലജ പറഞ്ഞു, അവരല്ലേ ആള്, ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. ഇപ്പൊ തന്നെ ആ വീടൊക്കെ വാങ്ങിക്കൊടുത്തേ ആദർശം അവർക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കൊടുത്താന്ന് തോന്നേ. ഇങ്ങനെ ഓരോന്നും ആദർശിൽ നിന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടിട്ട് അവരുടെ തന്ത്രം ഒരു കാരണവശാലും അതൊന്നും സമ്മതിച്ചു കൊടുക്കല ഏട്ടത്തിന്ന് പറയാം. പിന്നീട് ദേവേനെ പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണം. പിന്നീട് ജലജ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എരിപൊരി കേട്ടിടുന്നുണ്ട് ദേവേനയുടെ മനസ്സിലേക്ക്. പക്ഷെ എങ്കിൽ ദേവേനയുടെ മനസ്സ് എന്താന്ന് കണ്ടുപിടിക്കാണ്ട് ജലജയ്ക്ക് സാധിച്ചില്ല. ജലജയുടെ വിചാരം എന്താ, താൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ അതെല്ലാം ദേവേനെ അനുസരിക്കും. അങ്ങനെ ഒരു കാരണവശാലും നയനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ ജലജ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ദേവേന് നേരെ ആദർശന്റെ മുറിയിലേക്ക് എല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, എടാ, നീ എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നെന്ന് പറയാം. അല്ല, അമ്മയ്ക്ക് എന്താമ്മ ഇത്ര നിർബന്ധം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നെന്ന്? അവളിങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോകുന്ന എനിക്ക് അറിയാന്ന് പറയാം. അതിനു വേണ്ടിട്ടല്ലേ? അതൊരിക്കലും നടക്കില്ല. കനകയുടെയും ഗോവിന്ദന്റെയും ഒക്കെ ആ ശ്രമം അതങ്ങ് നടക്കില്ല. നിന്നെ അവൾ അങ്ങോട്ടേക്ക് വിളിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്ന് പറയാം. ഇനിയിപ്പം ഞാൻ അവൾ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ പേരിൽ ഒന്നും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറയാം. ഇത് കേട്ടതും ആദർശം, അല്ല, അമ്മ കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അമ്മ എന്തിനാ അവരിവിടെ വന്നു കഴിഞ്ഞപ്പോ തന്നെ 7ാം മാസം ചടങ്ങിന് വന്നു കഴിഞ്ഞപ്പം അച്ഛനും അമ്മയുടെ മുൻപ് വെച്ച് അങ്ങനെയൊക്കെ പറയാൻ പോയത്. അതുകൊണ്ടല്ലേ, അതവർക്ക് വിഷമമായതുകൊണ്ടല്ലേ ഇപ്പൊ അവര് നയനെ ഇങ്ങോട്ട് വിടുന്നില്ലെന്ന് വെച്ചേ. എടാ, ഞാൻ പറയുന്നത് എവിടെയാണെങ്കിലും ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞേക്കാം. ഇനി നീ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കുമെന്ന് പറയാം. ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ. 10 ദിവസം അവളെ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഊണും ഉറക്കം പോലെ അവർക്ക് നഷ്ടപ്പെടും. എനിക്ക് പിന്നെ അവളെ വിളിച്ചോണ്ട് വന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെയാണല്ലോ നിന്റെ അവസ്ഥ. നീ പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങും. അതെനിക്ക് ഇഷ്ടമില്ല, നീ അങ്ങനെ എപ്പോഴും പോകുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം, അവളെ പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറയണം. അല്ലെങ്കിൽ തന്നെ നാളെ പുറത്തിറങ്ങിയപ്പോൾ ആൾക്കാർക്ക് ഓരോന്ന് ചോദിക്കാണ്ട് തുടങ്ങും. ആൾക്കാരുടെ മറുപടി പറയണമെന്ന് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, ശരി, ഞാൻ നോക്കട്ടെ, ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാം, നോക്കാം എന്നൊക്കെ പറയണം. അങ്ങനെ എന്ത് ചെയ്യാണ്? പിന്നീട് ആദർശം അങ്ങോട്ടേക്ക് പോകുകയാണ്. ഈ സമയം നയനയ്ക്ക് ആ പാടെ വിഷമമാണ്. അമ്മയാണെങ്കിൽ വിടുന്നുമില്ല, അച്ഛനാണെങ്കിലും അത് അതിനേക്കാളും വലിയ ഇത്. ആദ്യമായിട്ട് അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ പറയണ പോലും ഇവരൊക്കെ എന്ത് ഭാവിച്ചാന്ന് അറിയത്തില്ല. ഇപ്പോഴാണെങ്കിലും താനും അമ്മയും തമ്മിൽ നല്ല സ്നേഹത്തിലും അടുപ്പത്തിലാ. ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം. മുമ്പായിരുന്നു പിന്നെ കുഴപ്പമില്ലായിരുന്നു, ഇവിടെ നിന്നാലും തനിക്ക് വിഷമമൊന്നും തോന്നത്തില്ലായിരുന്നു. അങ്ങനെ നയനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ആദർശന്റെ വരവ്. ആദർശനെ കണ്ടപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ആദർശനെ തന്നെ കൂട്ടിക്കൊണ്ട് വന്ന അതിനുള്ള കാര്യം മനസ്സിലായി. പിന്നീട് വന്നു കഴിഞ്ഞിട്ട് ആദർശ വിശേഷങ്ങളൊക്കെ പറയുമ്പോഴത്തേനും കനകയും ഗോവിന്ദനും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. വന്നിട്ട്, ജാഹാ മോനെ ബാ ഇരിക്കുക, ഞാൻ കുടിക്കാൻ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് കനക കൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് ആദർശനെ കുടിക്കാനൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അല്ല, എന്താ മോനെ, നയനമോളെ കാണാൻ വന്നാണ് നിൽക്കും. അത് പിന്നെ ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയാണ്. കൂട്ടിക്കൊണ്ട് പോകാനോ? അതിന് നയനമോളെ ഇപ്പൊ അങ്ങോട്ട് വിടുന്നില്ലെന്ന് പറയണം. എന്താ അങ്ങനെ പറഞ്ഞേ? ഇവളെ വിടുന്നില്ലെന്ന് പറഞ്ഞേ? മറ്റൊന്നും കൊണ്ടല്ല മോനെ, നിനക്കറിയാലോ, 7ാം മാസ ചടങ്ങിന് ഞങ്ങൾ നവ്യനെ കൂട്ടിക്കൊണ്ട് വരാൻ വന്നപ്പോ പോലും എന്തൊക്കെ കാര്യങ്ങളാ ദേവേനി പറഞ്ഞേ എന്റെ മോളെ കുറിച്ച്. എനിക്ക് അതൊക്കെ സഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഒന്നുമല്ലേലും ഞങ്ങള് അച്ഛനും അമ്മയല്ലേ, ഞങ്ങൾക്ക് വിഷമങ്ങളും വേദനകളും കാണില്ലേ. ഞങ്ങളുടെ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ കുഴപ്പമില്ല. നിനക്കറിയാലോ, അവർക്ക് വേണ്ടിയിട്ട് കരട് വരെ പകുത്തു കൊടുത്ത എന്റെ മോള്. എന്നിട്ടും ഈ കുറ്റവും കുറവും കേട്ടുകൊണ്ട് അവൾക്ക് അവിടെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾക്ക് സമ്മതമല്ല, ഞങ്ങൾ അങ്ങോട്ടേക്ക് വിടുന്നില്ലെന്ന് പറയാം. ഒരു നിമിഷം ആദർശ് പറഞ്ഞു, അതെ, അമ്മേനെ നോക്കണ്ട,
ഞാനല്ലേ വിളിച്ചോണ്ട് പോന്നേ, എന്റെ കൂടെ വിട്ടുകൂടെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത്രയും കാലം നിങ്ങൾ എല്ലാവരുടെയും ഇഷ്ടത്തിന് നിങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടു. ഇനിയിപ്പം ആ വീട്ടിലേക്ക് വന്ന എന്റെ മോൾക്ക് അത് നരകമായിട്ട് തോന്നുവാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ മോളുടെ ജീവിതം ഞങ്ങൾ എന്തിനാ തകർക്കുന്നത്? അത്യാവശ്യം അവൾക്കിപ്പം ഇവിടെ കുഴപ്പമില്ലാതെ ജീവിച്ച് മുന്നോട്ട് പോവാം. പിന്നെ അറിയാലോ, അവൾക്കൊരു തൊഴിലറിയാം, അവളത് ചെയ്തോളൂ എന്ന് പറയണം. ഇനിയിപ്പം നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെ ഞാൻ നോക്കിയിട്ട് അതേ ഒരു മാർഗമുള്ളെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയല്ല അച്ഛാ, അതിന് മാത്രം വലിയ കാര്യം ഒന്നും സംഭവിച്ചിട്ടില്ലോ. പിന്നെ അമ്മയുടെ സ്വഭാവം അറിയാലോ, അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കുമെന്ന് പറയണം. ഇത് കേട്ടതും കോയെന്നും പറഞ്ഞു, അല്ലേ അങ്ങനെയൊക്കെ നിനക്ക് തോന്നും, ഇതിനെല്ലാം ഉള്ള മറുപടി ഞാൻ നയനയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. നയനയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. നയന പെട്ടെന്ന് പറഞ്ഞു, ഞാൻ വരുന്നില്ല ആദർശേട്ടാ, ആദർശേട്ടൻ പോയിക്കോളാൻ പറയണം. അതെന്താ നയന അങ്ങനെ പറഞ്ഞേ? വേണ്ട, ആദർശാണ് ഇപ്പൊ പോയിക്കോ, ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വന്നോളാം എന്നൊക്കെ ആദർശനോട് പറയണം. ആദർശന് ആപ്പാടെ വിഷമമായിപ്പോയി. ആദർശ് പറഞ്ഞു, അല്ല ഇതെന്താ ഇവിടെ തന്നെ നിൽക്കാനാണോ നീ ഭാവിച്ചിരിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം കനക പറഞ്ഞു, ഇവളിവിടെ നിൽക്കട്ടെ, ഇവളിവിടെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഞങ്ങളുടെ മോളല്ലേ, എത്ര കാലം ഞങ്ങൾക്ക് ഇവിടെ അവളിവിടെ നിന്നാലും കുഴപ്പമില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആദർശ് ചോദിച്ചു, അല്ല അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, അവിടെ എന്തെങ്കിലും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അപ്പോഴും അവൾ ഈ വീട്ടിൽ തന്നെ നിൽക്കുവോ, അങ്ങോട്ടേക്ക് ഇവളെ വിടത്തില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു, അങ്ങനെ വരുവാണെങ്കിൽ ആലോചിക്കാം. പിന്നെ ഇങ്ങനെ ദേവേനയുടെ തീരുമാനം ഇപ്പോഴത്തെ പോലെ തന്നെ മുന്നോട്ട് പോകുന്നെങ്കിൽ അവളെ ഞങ്ങൾ വിടാനും പോകുന്നില്ല, അവൾ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആദർശം ഒരു വല്ലായ്മയായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഒരു കാര്യം ഒരു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങോട്ട് അവളെ വിടുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവുമെന്നും വിശ്വസിച്ചില്ല. ആദർശിന് ഭയങ്കര വിഷമമായിപ്പോയി. ആദർശ് ചോദിച്ചു, ഇതെല്ലാം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ അവളെ വിടാതിരിക്കാനായിട്ട്? എന്തെങ്കിലും ഉണ്ടെ തുറന്നു പറയണമെന്ന് പറയാം. മറ്റെന്ത് കാരണം? പറഞ്ഞല്ലോ, ഗോവിന്ദായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ഇനിയിപ്പോൾ അവളെ അങ്ങോട്ടേക്ക് വിടുന്നില്ല. വിടണമെങ്കിൽ മോന്റെ അമ്മ അവളെ മരുമകളായിട്ട് അംഗീകരിക്കണം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരസ്യമായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ വിടുന്നുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് വിടുന്നില്ല. എൻ്റെ മോളോട് സ്നേഹത്തോടെ സംസാരിക്കണം. അല്ലാതെ ഒരു കാരണവശാലും അവിടുത്തെ അടിമയായിട്ട് എൻ്റെ മോളെ വിടാനായിട്ട് ഞാൻ ഒരുക്കുമല്ലെന്നൊക്കെ പറഞ്ഞിട്ട് കനക അങ്ങോട്ട് പോവാണ്. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നയന് പോയി ആദർശനോട് പറഞ്ഞു, ആദർശേട്ടൻ പോയിക്കോ, ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയണം. എന്താ നീ പറയണെന്ന് വെക്കും. അതെ, നിന്നിട്ടും കാര്യമൊന്നുമില്ല, അച്ഛനും അമ്മയൊക്കെ കടുത്ത നിലപാടില്ല, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറയണം. പതുക്കെ അവിടെ ചിലപ്പം മനസ്സെങ്കിലും മാറുവാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയണം. അമ്മയ്ക്ക് വിഷമമായിരിക്കില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അമ്മയ്ക്ക് വിഷമോ? പെട്ടെന്ന് നയനെ അങ്ങ് ചോദിച്ചു പോയതാണ്, ഒന്നും ഓർത്തില്ല. കാരണം താനും അമ്മയും തമ്മിൽ ഭയങ്കര അടുപ്പത്തിലെന്നുള്ള കാര്യം തനിക്കും അമ്മയ്ക്കല്ലോ അറിയത്തില്ലോ, ആദർശേനെ അറിയത്തില്ലോ, അറിയാവുന്നാവോ പഠിച്ചു പോയതാണ്. പെട്ടെന്ന് അതിന് പറഞ്ഞ, അല്ല ഞാൻ വെറുതെ ചോദിച്ചാ, ഒരു പക്ഷെ ഇനിയിപ്പോൾ ആദർശേട്ടൻ ഇങ്ങോട്ട് വന്നതിന്റെ വിഷമം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചുള്ളെന്നൊക്കെ പറയാം. ഓ അങ്ങനെ എന്നൊക്കെ പറയണം. പിന്നീട് ആദർശ് അങ്ങോട്ടേക്ക് പോവാണ്. ആദർശ് പോയി കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് അബി വീട്ടിലേക്ക് വരുന്നത്. അബി വീണ്ടും നവ്യനെ കാണാനായിട്ട് വരുവാണ്. നവ്യക്ക് അത്ഭുതമായിരുന്നു. കാരണം അവനോട് ഒരു തവണ പോലും വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഇപ്പൊ അവന് അടുപ്പിച്ചടുപ്പിച്ച് ഓടിയോടി വരുന്നുണ്ട്. നവ്യക്ക് മനസ്സിലായി, ഒന്നെങ്കിൽ എന്തേലും കാര്യസാധ, അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും അവൻ വരേണ്ടതല്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നവ്യ ചോദിച്ചു, ആഹാ കൊള്ളാലോ, വീണ്ടും നീ വന്നോ? ഞാൻ കരുതി നീ ഇനി എന്നെ കാണാനായിട്ട് വരില്ലായിരിക്കുന്നു, ഒന്ന് വന്നിട്ട് പോയതല്ലേ, കടമ നിർവഹിക്കാൻ വേണ്ടി മാത്രം നീ വന്നേന്ന് ഞാൻ വിചാരിച്ചെന്ന് പറയണം. ഇത് കേട്ടപ്പോ അബി പറഞ്ഞു, അങ്ങനൊന്നുമില്ല, അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമാണെന്ന് പറയണം. പിന്നീട് നവ്യ പറഞ്ഞു, ഇന്ന് ആദർശേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നയനേച്ചിനെ അച്ഛനും അമ്മയും വിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ അബി പറഞ്ഞു, ഒരു പക്ഷേങ്കില് വല്യമ്മ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നിന്റെ അച്ഛനും അമ്മയൊന്നും നയനെ അങ്ങോട്ടേക്ക് വിടാത്തേന്ന് പറയാം. എന്നാലും അത് കുറച്ച് കഷ്ടമായി പോയെന്ന് പറയണം. പെട്ടെന്ന് തന്നെ അബി പറഞ്ഞു, എന്ത് കഷ്ടം, വല്യമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ, വല്യമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. ഇനിയിപ്പം നയനെ അങ്ങോട്ട് തിരികെ ചെല്ലാതിരിക്കുന്നതായിരിക്കും വല്യമ്മയ്ക്ക് ഇഷ്ടം. അതൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കും നിന്റെ അച്ഛനും അമ്മയൊക്കെ ചിലപ്പോൾ അതിനെ എതിർക്കുന്നതെന്ന് പറയണം. ഇത് കേട്ടതും നവ്യ പറഞ്ഞു, അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. പിന്നെന്താ കാരണം? അതൊന്നും എനിക്കറിയത്തില്ല. അച്ഛനും അമ്മ ഇങ്ങനെ മുമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ലെന്ന് പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നയനെ വിടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കാര്യം അങ്ങനെയല്ല, എന്നെ കാണാനായിട്ട് മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോളെന്ന് പറയണം. നീ ഇപ്പൊ അടുപ്പിച്ച് 1-2 ദിവസം വരുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താന്ന് പോലും എനിക്ക് അറിയത്തില്ല. എന്തായാലും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചാണ് ഈ വരവൊന്നും എനിക്ക് അറിയത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അബി, ഇപ്പോഴത്തെ നിന്റെ ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ എനിക്ക് ആകെപ്പാട് ടെൻഷൻ ആവുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ നീ എന്നെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയാൻ അങ്ങനെ ശ്രമിക്കുവാണോ, അതോ ഇനി വേറെന്തെങ്കിലും വയ്യായിക പുറകെ വരുന്നുണ്ടോ എന്നും അറിയത്തില്ല. അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു, ആ കാര്യത്തിൽ നീ വിഷമിക്കൊന്നും വേണ്ട, അങ്ങനെ ഒരു ദുരിതാശം എനിക്കില്ല. നിന്നെ കാണണം, പിന്നെ നമ്മുടെ കുഞ്ഞെല്ലാം നിന്റെ വയറ്റിൽ കിടക്കുന്നേ, ഈ സമയത്തൊക്കെ കുഞ്ഞു ആഗ്രഹിക്കില്ലേ അച്ഛന് സാമീപ്യം, അതുകൊണ്ടാ വരണേന്ന് പറയണം. ആ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം നവ്യ അമ്പരന്നാണ് അബീനെ നോക്കുന്നത്. ഇവൻ തന്നെയാണോ ഇത് പറയണേ? ഇത്രയും കാലം അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരിക്കൽ പോലും കുഞ്ഞിനെ കുറിച്ച് പോലും പറഞ്ഞിട്ടില്ലാത്തവനാ, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയണേ.
അങ്ങനെ ആകപ്പെടെ അന്തം വിട്ട് നവ്യ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇനി ദേവേനി വന്നിട്ട് നയനെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം ദേവേനിക്ക് ഇനി അധിക ദിവസം നയനെ കാണാതിരിക്കാൻ പറ്റില്ല. എത്രയാന്ന് പറഞ്ഞാലും തന്റെ മരുമോളാണ്. മരുമോളെ പോലെയല്ല, മോളെ പോലെയാണ് ഇപ്പൊ ദേവേനി നയനെ കാണുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തില് നയനെ അവിടെ ആക്കിയിട്ട് ദേവേനിക്ക് അനന്തപുരി സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് പറ്റില്ല. ഇനിയിപ്പൊ ആരുടെയൊക്കെ കാല് പിടിച്ചിട്ടാണെങ്കിലും നയനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.